ഹായ് ഹലോ, ദിസ് ഈസ് ആർ ജെ ജിൻസി. ഇമോഷൻസ് എൻ്റർടൈൻമെൻറ്റിൻ്റെ ഹാർട്ട് ടോക്കിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഡെർബിക്കടുത്തുള്ള ബേർട്ടണിലാണ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. മറ്റാരുമല്ല, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ആദിലായിരുന്നു. ആദിലിൻ്റെ ജീവിതാനുഭവങ്ങൾ, അതായത് പച്ചയായിട്ടുള്ള ജീവിതാനുഭവങ്ങളെക്കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻ്റ് ആയിട്ടുള്ള മന്ന ഗിഫ്റ്റ് റെസ്റ്റോറൻറ്റിൽ. അപ്പം നമുക്ക് അദ്ദേഹത്തോട് തന്നെ എല്ലാ വിശേഷങ്ങളും ചോദിച്ചറിയാം. പോരും. പണി നടക്കുകൊണ്ട് തന്നെ നല്ല പൊടി കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോൾ അങ്ങോട്ട് അവൻ വന്നിട്ട് വിളിച്ചുകൊണ്ട് പോകും, അവിടെ എവിടെ കിടക്കണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഈ പറഞ്ഞ പോലെ വേസ്റ്റ് വന്ന് ആ വീഡിയോയിൽ കാണുമ്പോൾ വേസ്റ്റ് ഇവിടെ കിടക്കണം. അപ്പം ഞാൻ ആദ്യത്തെ മേളിൽ പൊളിക്കുമ്പോൾ വേസ്റ്റ് ഇവിടെ കൊണ്ടിടും. അപ്പോൾ ഈ വേസ്റ്റ് എല്ലാം ഇവിടെ ആവും കേട്ടോ. എന്നിട്ട് പിന്നെ ഇവിടെ പണിയാനുണ്ടാവും. ഇവിടെ പണിയാൻ നിർത്തി വേസ്റ്റ് ഞാൻ അപ്പുറം മാറ്റിയിടും. അപ്പോൾ അവിടെ പണിയുണ്ടെന്ന് പറയുമ്പോൾ ഈ വേസ്റ്റ് എല്ലാം കൂടി അടുത്ത സ്ഥലത്തേക്ക് മാറ്റും. അപ്പോൾ ഈ പറയും അപ്പോൾ എല്ലാവരും വിചാരിക്കും നീ വേസ്റ്റ് ഒന്നും ഇവിടെ വിടാൻ എനിക്ക് കളയാൻ പാടില്ല. അപ്പോൾ ആദിലിനെ ഹാർട്ട് ടോക്കിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് ആളുകൾ കണ്ടൊരു വീഡിയോ ആയിരുന്നു ആദിലിൻ്റെ ഒരു ജേണി. പക്ഷേ ആ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ ആയെങ്കിലും അതിൻ്റെ യഥാർത്ഥ കഥ എന്താണെന്നും ആ ഒരു ജേണി എന്താണെന്ന് അറിയാനും എന്നെപ്പോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർക്കും ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ ആ ഒരു ജേണിയെക്കുറിച്ചാണ് ഇന്ന് ഞങ്ങൾക്ക് അറിയേണ്ടതും ഞാൻ ചോദിച്ചറിയാനും പോകുന്നത്. ഓക്കെ, അപ്പം ആദ്യമായിട്ട് നാട്ടിൽ എവിടെയായിരുന്നു, എങ്ങനെയാണ് UK വന്നത്, എത്ര നാളായി ഇവിടെ വന്നിട്ട്, അത് തന്നെ ആദ്യം തുടങ്ങിക്കോളും. നാട്ടിൽ ഞാൻ കോതമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ്, എറണാകുളം ജില്ലയിൽ. ഓക്കെ. നാട്ടിൽ ഞാൻ ഈ പറഞ്ഞ പോലെ 2019 എൻ്റെ ഞാൻ BTech ആണ് നാട്ടിൽ പഠിച്ചത്. BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അപ്പോൾ 2019 ഞാൻ പാസ് ഔട്ടായി. എന്നിട്ട് കുറച്ച് നാൾ ഇങ്ങനെ ജോലിയൊക്കെ അന്വേഷിച്ച് നടന്നു. എന്നിട്ട് ജോലി അങ്ങനെ സീരിയസ് ആയിട്ട് അന്വേഷിച്ചൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ കുറച്ച് രാഷ്ട്രീയപരമായി ആ ഒരു ഇതിൽ ഇങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു പിന്നെ വീട്ടിൽ അങ്ങനെ വലിയ ബാധ്യതകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ പറഞ്ഞ പോലെ അറിയാലോ, ഒരു നമ്മുടെ നാട്ടിലെ ഒരു അടിച്ചുപൊളി ആ ഒരു അത്ര അടിച്ചുപൊളി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നടന്നു. അത് കഴിഞ്ഞ് അവസാനം 2020 മറ്റേ കോവിഡ് വരുന്നത്. കോവിഡ് വന്നപ്പോൾ പിന്നെ ബ്ലോക്കായി. പിന്നെ നമുക്ക് ജോലി എന്നുള്ള സീരിയസ് ആയിട്ട് നമ്മൾ നോക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ആ സമയത്ത് ഓപ്പർച്യൂണിറ്റീസ് ഒന്നുമില്ല. അപ്പം ഇങ്ങനെ എന്നാൽ പിന്നെ 20 ലാസ്റ്റ് ആയപ്പോഴത്തേനും ഈ പറഞ്ഞ പോലെ ചെറുതായിട്ട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഒന്ന് കുറഞ്ഞു വന്നു. അപ്പോൾ ഈ UK ഇങ്ങനെ എല്ലാവരും തന്നെ അപ്പോൾ പുറത്തേക്ക് ട്രെൻഡ് മാറി നാട്ടിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പുറത്തേക്ക് പോകണു, പിന്നെ കുറേ പേര് കല്യാണം കഴിക്കുന്നു, ആ ഒരു ട്രെൻഡൊക്കെ ആയി. അപ്പോൾ ഞാനിങ്ങനെ എന്നാൽ ഹയർ സ്റ്റഡീസിന് പുറത്തേക്ക് പോയേക്കാന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ എന്നാൽ UK പോകാം ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഒരു ഓക്കെ ആയിട്ട് ഒരു ഇതിൽ വന്നു. എന്നാൽ പിന്നെ UK പോകാൻ വേണ്ടി ഞാൻ ഒരു കോഴ്സ് ചൂസ് ചെയ്തു. എഞ്ചിനീയറിംഗ് പഠിച്ചതുകൊണ്ട് എഞ്ചിനീയറിംഗ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മാസ്റ്റേഴ്സ് ചെയ്യാൻ ഓർത്തുകൊണ്ട് ഞാൻ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ആണ് ചൂസ് ചെയ്തത്. അങ്ങനെ ഞാൻ 2021 ജാനുവരിയിലാണ് UK എത്തുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രീനിച്ചിലാണ് ഞാൻ അഡ്മിഷൻ എടുത്തത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ലണ്ടനിലാണ് എൻ്റെ സ്റ്റേ ഒക്കെ. അക്കോമഡേഷനൊക്കെ നാട്ടിൽ നിന്ന് ഇങ്ങനെ സെറ്റാക്കിയിട്ടാണ് വന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവിടെ വന്നപ്പോൾ കുറച്ച് മലയാളീസിൻ്റെ ഒപ്പായിരുന്നു. അപ്പോൾ ഞാൻ വന്ന് കഴിഞ്ഞ് സെക്കൻഡ് ഡേ തന്നെ ഞങ്ങളുടെ ലാൻഡ് ലോഡ് വരിക വീട്ടിലോട്ട്. ഒരു ബംഗ്ലാദേശി ബ്രിട്ടീഷുകാരനാണ്. അപ്പോൾ പുള്ളി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ റെൻറ്റ് തന്നിട്ടില്ല, എല്ലാവരും ഇറങ്ങണം എന്നും പറഞ്ഞ് രാത്രിക്ക് അങ്ങനെ വന്നിട്ട് പറയും ഇറങ്ങണം എന്ന് പറയും, പെട്ടെന്ന് ഇറങ്ങണം എന്ന് പറയും. അപ്പം നമ്മൾ എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ് നമ്മളെല്ലാവരും ഇവിടെ ഇങ്ങനെ എത്തിച്ചേക്കണേ. അപ്പോൾ ഞാൻ ആ പുള്ളിനെ ഇങ്ങനെ കോൺടാക്ട് ചെയ്യുമ്പോൾ പുള്ളി ഫോൺ എടുക്കുന്നില്ല. അപ്പൊ ഈ പുള്ളി പറയുന്നത് ഇവൻ ഞങ്ങൾക്ക് റെന്റ് തന്നിട്ടില്ല എന്നുള്ള പുള്ളി മീഡിയേറ്ററാണ്. പേ ചെയ്തു. ആ പുള്ളി ഇതിന്റെ ഓണറിന് റെന്റ് കൊടുത്തരലാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രതിസന്ധി വന്നു. അപ്പൊ എനിക്കാണെങ്കിൽ ആ സമയത്തൊരു
7 days ക്വാറന്റൈൻ ഇരിക്കണം, അങ്ങനത്തെ ഒരു സാധനം. അപ്പൊ നമ്മള് എയർപോർട്ടിൽ ഒരു ഫോം ഫില്ല് ചെയ്യണം. ആ ഫോമിന്റെ പേര് ഞാൻ മറന്നുപോയി. ഒരു ഫോം ഫില്ല് ചെയ്യണം, ക്വാറന്റൈൻ ഫോം അങ്ങനെ എന്തോ അല്ല, അതിനൊരു പേരുണ്ടായിരുന്നു. അതിന്റെ പേര് ഞാൻ നമ്മുടെ സമയത്ത് ഫില്ല് ചെയ്ത് നമ്മുടെ കറക്റ്റ് അഡ്രസ്സും കൊടുത്ത് 7 days-ഓ 14 days ആ അഡ്രസ്സിൽ തന്നെ നമ്മൾ താമസിക്കണം. അപ്പൊ ഈ പുള്ളി അടുത്ത് നമ്മൾ ഈ കാര്യം പറഞ്ഞു, എന്താ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. അപ്പൊ ആ പുള്ളി അതിലൊരു എന്താ ആ ഒരു സാധനം ഉള്ളതുകൊണ്ട് പുള്ളി പറഞ്ഞു, അന്ന് നിങ്ങൾ അത്രയും ദിവസം കൂടി നിന്നോ എന്നുവെച്ചാൽ എൻ്റെ ഒരു ഇതില്, അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ആ സമയത്ത് ഇറങ്ങേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ പുള്ളിയായിട്ടൊരു കോൺട്രാക്ട് ഉണ്ടാക്കി. ഡയറക്റ്റ് പുള്ളിയായിട്ട് ലാൻഡ് ലോഡായിട്ട് കോൺട്രാക്ട് ഉണ്ടാക്കി. മറ്റേ പുള്ളിക്ക് കൊടുത്ത പൈസയ്ക്ക് ഞങ്ങളുടെ പോയി. ആ ഫ്ലാറ്റിലുണ്ടായിരുന്ന എല്ലാവർക്കിടെയും ഇത് പോയി. ഓഫ് കോഴ്സ് നമുക്ക് പാർട്ട് ടൈം ചെയ്യാതെ ജീവിക്കാൻ പറ്റത്തില്ല. ആ ടൈമിലൊക്കെ പാർട്ട് ടൈം ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഓപ്പൺ അല്ല, ടേക്ക് ഓവർ മാത്രമേ ഉള്ളൂ, ഡൈനിങ് ആയിട്ടില്ല. അപ്പോൾ ആ ഒരു ഇത്രയും ടൈമിൽ നമുക്ക് പാർട്ട് ടൈം ഒക്കെ സ്ട്രഗിളിങ് ആയിരുന്നു. പാർട്ട് ടൈം കണ്ടുപിടിക്കാനൊക്കെ നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആ സമയത്ത് ഈ സ്റ്റുഡൻ്റ് ആയിട്ട് വന്ന സമയത്ത് ഈ ഒരു പാഷൻ മനസ്സിലുള്ളത് കൊണ്ടായിരുന്നോ ഈ ഒരു റെസ്റ്റോറൻറ്റ് മേഖല തന്നെ തിരഞ്ഞെടുത്തത്? പാഷൻ മനസ്സിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല ഒരിക്കലും. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു പ്ലാനേ ഇല്ല. എനിക്ക് അങ്ങനെ ഈ ഫീൽഡായിട്ട് യാതൊരു ഇത് ബന്ധവുമില്ല. ഞാൻ ഇങ്ങോട്ട് വരുന്നത് വരെ നമ്മൾ പുറത്ത് പോകും, ഫുഡ് കഴിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഓഫ് കോഴ്സ് നമ്മൾ ആ സമയത്തൊക്കെ ഇൻസ്റ്റഗ്രാമും മറ്റേ യൂട്യൂബും ഒക്കെ കത്തുന്ന സമയം നമുക്ക് കുറെ റീല് കാണും ഫുഡിന്റെ. നമുക്ക് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം, കഴിക്കണം. ആ ഒരു ഫുഡ് അല്ലെ റെസ്റ്റോറന്റ് ആ മേഖലയിലായിരുന്നോ? ഞാനിവിടെ വരുന്നവര് ഇവിടെ വരുന്നവര് എനിക്ക് അങ്ങനത്തെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ശരിക്കും. ഞാൻ ഇവിടെ വന്ന് പാർട്ട് ടൈം ചെയ്തത് ആദ്യം തന്നെ ഒരു നമ്മുടെ ക്ലാപ്പംകോമണിലാണ് ഞാൻ താമസിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ ഒരു പബ്ബിലാണ് ആദ്യം പാർട്ട് ടൈം ചെയ്തത്. അവിടെ ഒരു കിച്ചണിലും ബാറും കൂടെയുള്ള ഒരു നൈറ്റ് ക്ലബ്ബാണ് ശരിക്കും. പക്ഷെ അല്ലാത്തപ്പോൾ വൈകിട്ടൊക്കെ ഈ പറഞ്ഞ കിച്ചണുണ്ട്. 10 o'clock ആഫ്റ്റർ 10 o'clock കിച്ചൺ ക്ലോസ്ഡ് ആവും. അപ്പോൾ നമ്മൾ കിച്ചണിലും വർക്ക് ചെയ്യും, ബാറിലും വർക്ക് ചെയ്തു, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പോൾ കിച്ചണിൽ വർക്ക് ചെയ്യുമെന്ന് പറയുമ്പോൾ അതൊരു ഇറ്റാലിയൻ ക്യൂസീനായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു നമുക്കിത് മനസ്സിലാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിലെ കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കടയിൽ ഉള്ള ഷെഫുമാർ എന്താ ചുമ്മാ നാട്ടിലെ ആൾക്കാർ, ചുമ്മാ ഷെഫുമാർ വലിയ വലിയ റെസ്റ്റോറൻറ്റിലോട്ട് വരുമ്പോൾ അവിടെ പഠിച്ച ആൾക്കാരെന്നുള്ള അത് ശരിക്കും ഇവിടെ അങ്ങനെ ഒരു കാഴ്ചപ്പാടേ ഇല്ല. ഞാനിവിടെ എനിക്കൊരു 100-200 ഷെഫുമാരെ പേഴ്സണലി അറിയാം. ഇവരാരും പക്ഷെ അപ്പൊ അങ്ങനെ സംശയമുള്ളവർക്കൊരു ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും ആ ഒരു സംശയം. കുറെ ആളുകൾക്ക് കാണും. ശരിക്കും നമ്മുടെ നാട്ടിലാണ് ഞാൻ കുറച്ച് പഠിച്ച എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഷെഫുമാരെ കണ്ടുള്ളൂ. പഠിച്ചത് മീൻസ് ഷെഫ് മറ്റേ ഹോട്ടൽ മാനേജ്മെന്റും ഇതും പഠിച്ച്. ഇവിടെ അങ്ങനത്തെ ഷെഫുമാരുണ്ടാവും. ഇനിയിപ്പോൾ നമ്മുടെ സർക്കിള് ചെറുതാണല്ലോ, നമ്മൾ ഇടപെടുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ്. ഇവിടുത്തെ എന്ത് ക്ലാസ്സിലായിട്ട് എനിക്ക് എടുത്താൻ പറ്റണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ കണ്ടേക്കണ ആ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പഠിച്ച ഷെഫുമാർ വളരെ കുറവാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. നമ്മുടെ നാട്ടിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഒരു എനിക്കറിയില്ല, എൻ്റെ ഒരു കാഴ്ചപ്പാടായിരിക്കും. എനിക്ക് തോന്നണ നമ്മുടെ എല്ലാവർക്കിടെയും ഒരു കാഴ്ചപ്പാട് അങ്ങനെയായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ റെസ്റ്റോറൻ്റ് ആകുമ്പോൾ അവിടെ ചുമ്മാ നാട്ടിലുള്ള ആരെങ്കിലും പണിയെടുക്കുന്നു. അതേസമയം ഇച്ചിരി കൂടി ഹൈ ക്ലാസ് ആകുമ്പോൾ അവിടെ പ്രോപ്പർ ഷെഫുമാർ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. ഇവിടെ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളൂ, ഇവിടെ 5 സ്റ്റാറിൻ്റെ കേസ് എനിക്കറിയില്ല, എന്നാലും ഒരു കാണുമ്പോൾ കൊള്ളാമെന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലൊക്കെ ഷെഫുമാരും ഹെഡ് ഷെഫും എല്ലാവരും തന്നെ താഴത്തുനിന്ന് വളർന്നു മീൻസ് പാഷൻ കൊണ്ട് വന്നു. ചുമ്മാ കിച്ചണിൽ ചിലപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി കയറി, പിന്നെ അത് പുള്ളീനെ സപ്പോർട്ട് ചെയ്യാനൊരു ഷെഫ് ഉണ്ടാവും, അല്ലെങ്കിൽ പുള്ളി ഇത് പഠിക്കുന്നു, എന്താ പഠിച്ച് ആ ഒരു സെറ്റപ്പിലോട്ട് എത്തണതാണ്. അല്ലാതെ ഇവർ ആർക്കും ഈ പറഞ്ഞ ഇതായിട്ടോ ഹോട്ടൽ മാനേജ്മെന്റ് ആയിട്ടോ മറ്റേ കുളിനറി സാധനം അതായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. ഇവർ അവർക്കുടെ പാഷനും കൊണ്ടും അവരുടെ ഹാർഡ് വർക്കിംഗ് കൊണ്ടും എത്തനെയാണ്. അങ്ങനെ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്തിങ്ങനെ പോയ സമയത്താണ് ഏതൊരു പോയിന്റിലാണ് ഇങ്ങനൊരു എന്താ പറയാ ഒരു ഫീൽഡിലേക്ക് മാറണം എന്നതോ അല്ല ഇതാണ് എൻ്റെ ഫീൽഡ് എന്ന് തിരിച്ചറിഞ്ഞൊരു നിമിഷം ഉണ്ടാവുമല്ലോ, അതെന്തായിരുന്നു ആ ഒരു ടേണിംഗ് പോയിന്റ് എന്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ? ശരിക്കും ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വേറൊരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ് തന്നെ വർക്ക് ചെയ്തു. അതൊരു പിസ്സ ഷോപ്പായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇവര് പറയുവാണ്
നമ്മള് കയറി നിനക്ക് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു ഷെഫ് ആവാൻ. എന്റെ അടുത്ത് ചോദിച്ചതാ. അത് ലണ്ടനിൽ തന്നെയാ. അവര് നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ചെല്ലുമ്പോ തന്നെ ഷെഫ് ആവാൻ താല്പര്യം ഉണ്ടോ. അപ്പൊ നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളപ്പോ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളൊരു ഓഫ് കോഴ്സ് ഇല്ല, എനിക്ക് ഷെഫ് ആവണം നല്ല താല്പര്യം, എനിക്ക് എന്റെ ഒരു ഫീൽഡിൽ ജോലി കിട്ടും, എനിക്ക് അതാ താല്പര്യം. അപ്പൊ അവര് നമ്മുടെ ചോദിക്കുക, അവര് നമ്മുടെ ഇങ്ങോട്ട് ചോദിക്കുക താല്പര്യം ഇല്ലാന്ന് നമ്മുടെ അടുത്ത് അങ്ങനെ ചോദിക്കുമ്പോ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് വേറെ ഒരു ഡ്രീം ആയിട്ടാണ് വന്നേക്കണേ. അപ്പൊ നമ്മുടെ ചോദിക്കുക ഷെഫ് ആവാൻ താല്പര്യം ഉണ്ടോ. അപ്പൊ നമ്മൾ ഇല്ലാന്ന് പറയുന്നത് അവരുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ജോലിക്ക് വന്നേക്കണത് എങ്ങനെയെങ്കിലും അങ്ങനെയല്ല. അവരുടെ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമ്മളിവിടെ ജോലിക്ക് വന്നേക്കണ ഷെഫ് ആവണം എന്നുള്ള ആഗ്രഹം. ആ പുള്ളി നിൽക്കുന്ന സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും, പുള്ളി ഇവിടെ ജോലിക്ക് കയറിയത് ശരി ചിലപ്പോ എനിക്ക് ഷെഫ് ആവാം, പുള്ളിക്ക് ഷെഫ് ആവണം, പുള്ളി ചിലപ്പോ അങ്ങനെയായിരിക്കും പണ്ട് ജോലിക്ക് കയറിയേക്കണേ. അപ്പൊ അവര് നമ്മുടെ അങ്ങനെ ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കില്ല. അപ്പൊ പുള്ളി ഓക്കെ ഇല്ല. അപ്പൊ പിന്നെ അങ്ങനെ നമ്മൾ നോ പറഞ്ഞു പിന്നെ നമ്മൾ ഒരിക്കലും കൺസിഡർ ചെയ്യില്ല, മനസ്സിലായോ? അങ്ങനത്തെ ഒരു സാധനം അങ്ങനെയല്ല, ഷെഫായിട്ട് കൺസിഡർ ചെയ്യില്ല. ഷെഫ് ആവണം, അല്ലെങ്കിൽ നമുക്ക് അവർ അപ്പം തന്നെ നമുക്ക് ട്രെയിനിങ് തുടങ്ങും. ഇത് ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുമ്പോ കിച്ചണിലോട്ട് ചെമ്പി എന്നിട്ട് ഇത് പഠിക്കുക അത് പഠിക്കുക. അങ്ങനത്തെ ഒരു നല്ലൊരു സിസ്റ്റം അല്ല യുകെയില് നല്ല അങ്ങനത്തെ സിസ്റ്റം ഉണ്ട്. എന്തോ ഇല്ലാന്ന് പറഞ്ഞാലും നമുക്ക് നമ്മളിവിടെ ആ ഒരു റെസ്റ്റോറന്റിൽ പോയിട്ട് ഷെഫിന്റെ അടുത്ത് എനിക്ക് ഷെഫ് ആവാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമുക്ക് സപ്പോർട്ട് ചെയ്യും. ഒരു 85% കേസിലും സപ്പോർട്ട് ചെയ്യും. ബാക്കി എനിക്കറിയില്ല. ആ സമയം നമ്മളവിടെ ഹാർഡ് വർക്കിംഗ് ആയിട്ട് നിന്നാലായിട്ട് ഇത് പറഞ്ഞു കൊടുക്കും. അല്ലാതെ നമ്മളവിടെ പോയിട്ട് ചുമ്മാ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിന്ന് അലമ്പി കിടന്നാലും അവർ നമ്മുടെ അടുത്ത് നമുക്ക് അങ്ങോട്ട് ചോദിക്കാനേ പറ്റില്ല. പൊതുവെ എനിക്ക് തോന്നുന്നു ഇപ്പം ഞങ്ങളുടെ മെഡിക്കൽ ഫീൽഡിലാണെങ്കിലും മനസ്സിലായി, നമുക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ അവർ ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കും, നിനക്കിത് പഠിക്കാൻ താല്പര്യമാണെങ്കിൽ ഇന്ന കോഴ്സ് ചെയ്യാം ഇന്ന ചെയ്യാന്ന് പറയാം. ആ ഒരു രീതി അതൊരു നല്ലൊരു സിസ്റ്റം അല്ലേ യുകെയിലുള്ള. ഓക്കെ. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞു ഓൾറെഡി നോ പറഞ്ഞു. അപ്പൊ പിന്നെ എനിക്ക് പിന്നെ അവിടെ രക്ഷയില്ല, സ്കോപ്പില്ല മീൻസ് പിന്നെ എനിക്ക് ആ സമയത്ത് അങ്ങനെ ഒരു താല്പര്യം കാണിച്ചില്ല. പിന്നെ ഞാൻ അത് താല്പര്യം കാണിച്ച് അങ്ങനെ അങ്ങോട്ട് പോയില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശാന്ത എന്ന് പറഞ്ഞ ചേച്ചിയെ പരിചയപ്പെടുന്നത്. മലയാളി ചേച്ചിയാണ്, ലണ്ടനിലാണ്, കുറെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചേച്ചിയാണ്. അപ്പൊ ചേച്ചിക്ക് കെയർ ഹോം ഉണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് സർക്കിൾ അവിടെയാണ് കുറച്ചൊരു വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഇവിടെ വർക്ക് ചെയ്ത് റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ റെസ്റ്റോറൻറ്റിൽ എനിക്ക് ആ ടൈമിൽ ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ എനിക്ക് 20 അവർ കോൺട്രാക്റ്റ് ഉള്ളൂ ഈ റെസ്റ്റോറൻറ്റിൽ. അപ്പൊ ബാക്കി എനിക്ക് 20 അവർ പ്ലസ് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ അങ്ങനെ അവിടെ പോയി തുടങ്ങി. അവിടെ പോയി തുടങ്ങിയപ്പോ ചേച്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടീവാ. ചേച്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബിസിനസ് ഇതിലുള്ള പുള്ളിക്കാരി കുറെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പുള്ളി എല്ലാരും ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എടാ അത് ഇത് തുടങ്ങ് നീ തുടങ്ങ്, ഞാൻ പകുതി ഇടാം. എന്ത് ബിസിനസ് പറഞ്ഞാലും ഞാൻ ഇപ്പൊ നമ്മുടെ ചേച്ചിയുടെ അടുത്ത് ഇപ്പൊ എന്തെങ്കിലും പറയാ, ചേച്ചി നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു ഇത് വാങ്ങിച്ചാലോ, ചേച്ചി പറയും നീ പകുതി ഇട് ഞാൻ പകുതി ഇടാം. ചേച്ചി നമുക്ക് കുറച്ച് ഫാം വാങ്ങിച്ചിട്ട് കുറച്ച് ആട് കൃഷിയൊക്കെ തുടങ്ങിയാലോ, നീ പകുതി ഇട് ഞാൻ പകുതി ഇടാം. അങ്ങനത്തെ ഒരു ചേച്ചിയാണ്. അപ്പൊ ചേച്ചിക്ക് എന്തോ ഫുഡ് ബിസിനസിന്റെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പൊ ചേച്ചി ഇങ്ങനെ അടുത്ത് പറയും, എടാ നീ റെസ്റ്റോറന്റ് ഇട്, നിനക്ക് വിസ വേണമല്ലോ, ഏതായാലും PSW എടുത്താൽ അത് കഴിയുമ്പോൾ വിസ വേണമല്ലോ, റെസ്റ്റോറന്റ് ഇട് എന്നിട്ട് വിസ എടുക്കാം. അപ്പൊ ഞാൻ പറയും ചേച്ചി അതൊക്കെ റിസ്ക് അല്ലേ. ഈ ഒരു എത്ര നാള് ശേഷമായിരുന്നു ഈ ചേച്ചിയെ കണ്ടുമുട്ടുന്നതും? ചേച്ചിനെ കണ്ടുമുട്ടുന്നത് ഞാനൊരു ആഫ്റ്റർ 1 year 2022 ഞാൻ കണ്ടുമുട്ടിയതാ ചേച്ചിനെ. അപ്പൊ അങ്ങനെ ചേച്ചി ഇങ്ങനെ പറയും. അപ്പൊ ഇതിനകത്തൊരു ഇൻസ്പിറേഷൻ ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചേച്ചിയാണ്. കാരണം അന്ന് റെസ്റ്റോറന്റില് നോ പറഞ്ഞു പോകുന്ന ആളല്ലേ. അപ്പൊ വീണ്ടും അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞ് വീണ്ടും വന്നത് റെസ്റ്റോറന്റും അല്ലേ, അല്ലെങ്കിൽ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിലേക്ക് തന്നെയാണ് വീണ്ടും അല്ലെ. നമ്മളറിയാതെ തന്നെ നമ്മളെ ആ ഫീൽഡിലേക്ക് അങ്ങനെ കൊണ്ടുപോകാൻ ഒരു നിമിത്തം എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ. അപ്പൊ ചേച്ചി അങ്ങനെ പറഞ്ഞു. നമ്മൾ ഈ പറഞ്ഞ പോലെ ശരിക്കും എൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുക. അപ്പം നമുക്ക് ഒരിക്കലും ഇപ്പോൾ ശരിക്കും ചിലപ്പോൾ ഈ രാജ്യമായതുകൊണ്ടെന്ന് അറിയില്ല, ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന് കഴിച്ചാൽ നമുക്കിപ്പോൾ വേണമെങ്കിൽ ചിന്തിക്കാൻ പറ്റും, നമുക്ക് ഇതുപോലെ റെസ്റ്റോറൻറ്റ് തുടങ്ങാനിപ്പോൾ തന്നെ നമുക്ക് ഇവിടെ സ്ഥലമുണ്ട് അവിടെ സ്ഥലമുണ്ട്, ഈ പറഞ്ഞ ആൾക്കാരൊക്കെ നമ്മളെ സഹായിക്കാനുണ്ട്. പിന്നെ ഇത്രയും പൈസ ഇത്ര പൈസ നമുക്ക് തുടങ്ങാൻ വേണ്ടി ചിന്തിക്കാൻ പറ്റും. ആ സമയം നമ്മളിപ്പോൾ ലണ്ടനിൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന ഫുഡ് നമ്മൾ വന്നുള്ളൂ. നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് വന്നിരിക്കുക, വന്നിട്ട് നമ്മൾ ലണ്ടനിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ റെസ്റ്റോറൻറ്റ് തുടങ്ങിയാലെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആദ്യം ചിരി വരും.
അല്ല ചിരിയല്ല, നമുക്ക് ഒരു കാര്യം നമുക്ക് ഇതായിട്ട് വരത്തില്ല, എന്താ അനുകൂലമായിട്ട് ഒരു കാര്യം വരത്തില്ല. ഇവിടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആളില്ല, ഇത്രയും പൈസ വേണമെങ്കിൽ നമ്മൾ സ്റ്റാഫിനെ എങ്ങനെ കണ്ടുപിടിക്കും, ഇതെങ്ങനെ മാനേജ് ചെയ്യും, ആ പേപ്പർ വർക്ക് ഇതൊന്നും ആ സാധനം വ്യത്യാസം. നമ്മുടെ നാട്ടിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. നമ്മൾ സപ്പോസ് നമ്മൾ ലണ്ടനിലോ വേറെ എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് അതങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ ചേച്ചി പറയുമ്പോൾ എന്റെ മനസ്സിൽ ഈ പറഞ്ഞ സാധനമാണ് വന്നത്. ഏത് എങ്ങനെയല്ലേ പോസിബിൾ ആക്കാമെന്നുള്ള ഒരു ഇതല്ലേ. അപ്പൊ എന്റെ മനസ്സിലുള്ള ചേച്ചി ഇങ്ങനെ ഒരു ഐഡിയ തന്നപ്പം ശരിക്കും ഞെട്ടിപ്പോയി ആദ്യം കേട്ടപ്പോ. അല്ല ചേച്ചി ഇങ്ങനെ ഐഡിയ പറയുമ്പോ തന്നെ നമ്മള് ചേച്ചി എടുത്ത് നമുക്ക് വന്ന സംശയങ്ങളൊക്കെ തിരിച്ചു ചോദിക്കും. അപ്പൊ ചേച്ചി അതൊക്കെ അതിനൊക്കെ എന്താ ഇങ്ങനെ ചെയ്താൽ മതി, ഇതിങ്ങനെയാണ് എല്ലാത്തിനും മറുപടി ഗൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെയുള്ള വിഷയം വെച്ചാൽ അപ്പൊ എല്ലാത്തിനും സൊല്യൂഷനായി. ഞാൻ ചോദിച്ച ചോദ്യത്തിനും എല്ലാം നടക്കുന്ന ഇതായി. അപ്പോഴും നമ്മുടെ മനസ്സിൽ പ്രശ്നം പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൈര്യമാണ്. എല്ലാത്തിനുള്ള ഇതായി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ കാണിച്ചാൽ ഇങ്ങനെ നടക്കും, എല്ലാത്തിനുള്ള സൊല്യൂഷനായി. പിന്നെയുള്ളത് വേണ്ട ധൈര്യം എന്ന് പറഞ്ഞ സാധനം അതെന്റെ കയ്യിലില്ല. 2022 അതെന്റെ കയ്യിലില്ല. അതുകൊണ്ട് 2022 ഞാനത് അത് വിട്ടു. പിന്നെ ഇവർ ചിന്തിക്കല, പിന്നെ വിട്ടു. പിന്നെ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് പറയും, പിന്നെ ചേച്ചി പറയട്ടെ, പിന്നെ അങ്ങനെയൊക്കെ ചേച്ചിക്ക്. പക്ഷേ വിട്ടെങ്കിലും ചേച്ചി അതില് നല്ലൊരു ഷെഫിനെ അല്ലേ, ചേച്ചി ഷെഫിനെ അല്ലേ കണ്ടത്, നല്ലൊരു ബിസിനസ്മാനെ കണ്ടു കാണുമ്പോൾ ചേച്ചി ഇങ്ങനെ എപ്പോഴും പറയും. അത് കഴിഞ്ഞിട്ട് 2022 കഴിഞ്ഞു. 23 ചേച്ചിയുടെ അടുത്ത് ഞാൻ ഒരു 2-3 മാസം ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞു. 23 കഴിഞ്ഞു. നമുക്ക് ശരിക്കും ഇന്ന് ചേച്ചിയും കൂടെ കിട്ടണ്ടായിരുന്നു. ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ശരിക്കും പറഞ്ഞാൽ ആ ചേച്ചി എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടല്ലോ, ഒരുപാട് സന്തോഷമുണ്ട് കേൾക്കുമ്പോൾ. അപ്പൊ 2022 നടന്നില്ല. 23 ആയി കഴിഞ്ഞപ്പോ ഞാൻ ചേച്ചിയുടെ അടുത്തുനിന്ന് പിന്നെ ചേച്ചിയുടെ അടുത്തുനിന്ന് ലൊക്കേഷൻ മാറ്റി. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ ചെറിയൊരു ഐഡിയ ഇങ്ങനെയുണ്ട്, ഇപ്പൊ നാട്ടിലെന്തെങ്കിലും തുടങ്ങാന്നുള്ളൊരു അല്ല, നാട്ടിൽ എന്തെങ്കിലും തുടങ്ങിയാലോ എന്നാലോചിച്ചു. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഹുക്കാസ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്. അവൻ അവിടെ ലണ്ടനിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി, ഒരു പോർച്ചുഗീസ് റെസ്റ്റോറൻറ്റ്. അപ്പൊ അവൻ അവിടെ കയറി, അവനവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൻ പറഞ്ഞു, അപ്പൊ എനിക്ക് ആ ടൈമിൽ ഞാൻ നാട്ടിൽ പോയായിരുന്നു. നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ മറ്റേ ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ അവിടുത്തെ ജോലി വിട്ടായിരുന്നു. അപ്പൊ എനിക്ക് ജോലി ഇല്ലാത്തൊരു സിറ്റുവേഷൻ വന്നു. അപ്പം പറഞ്ഞു അവിടെ നമുക്ക് കയറാന്ന് പറഞ്ഞു. അപ്പൊ അവനവിടെ ഷെഫുമാരൊക്കെ ആയിട്ട് നല്ല കണക്ഷനാണ്. അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ജോലിക്ക് കയറാം. അതൊക്കെ ഒരു നല്ല കാര്യമായിട്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ കുറെ പേര് സ്ട്രഗിൾ ചെയ്യണ കാണാം, എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിയൊക്കെ കിട്ടാതെ. അപ്പൊ ശരിക്കും എൻ്റെ ഒരു സംഭവം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ ജോലി കയറ്റാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ട്, പക്ഷെ പലരും അത് ചെയ്യില്ല. മീൻസ് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി, ഇപ്പൊ ഞാനിപ്പോ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമെന്ന് വെച്ചോ, എനിക്കിപ്പോ നിങ്ങളെ ജോലിക്ക് കയറ്റണം എന്ന് വെച്ചോ, എനിക്ക് ശരിക്കും ഷെഫിന്റെ അടുത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന പ്രസ്ഥാനത്തിലൊന്നും എനിക്ക് പറഞ്ഞ് ജോലിക്ക് കയറ്റാൻ പറ്റും. ഈ പറഞ്ഞ വലിയ കമ്പനി അല്ലെങ്കിൽ നമ്മളൊരു പാർട്ട് ടൈം ജോലിയുടെ കേസാണ് ഞാൻ ഈ പറഞ്ഞത്. അല്ലാതെ NHS-ഉം മറ്റേ ഇവിടുത്തെ വലിയ മറ്റേ മൾട്ടിനാഷണൽ കമ്പനി പാർട്ട് ടൈം ജോലിയുടെ കേസാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറയുന്നവർക്ക് നമുക്ക് അങ്ങനെ പറഞ്ഞ് കയറ്റാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒരു 80% ആൾക്കാർ അതുവരെ ശ്രമിക്കില്ല. അവർ പറയും CV അയക്കുക, അങ്ങനെ അയക്കുക. അതെനിക്ക് മനസ്സിലാവുള്ളൂ. അവർക്ക് ശരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊരു ഇതില്ലാത്തോണ്ടാണ് നമ്മൾ അവരെ വിളിച്ച് ജോലിക്ക് കൊണ്ടുകയറ്റി അങ്ങനെ ചെയ്യാൻ പറ്റും. അതാ പറഞ്ഞത്, നമ്മൾ പാർട്ട് ടൈം ജോലി, നമ്മൾ ഈ പറഞ്ഞ ഇവിടുത്തെ കളക്ടറും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാനമന്ത്രി അങ്ങനത്തെ പോസ്റ്റിലോട്ടൊന്നും അല്ല പറയണേ. ഈ ചിലപ്പോൾ ചെറിയ ജോലി നമ്മൾ ചെയ്യണം, മറ്റേ ചെറിയ ജോലി ഒന്നും അങ്ങനെയല്ല. എല്ലാ സാധ്യതകളും ഇവിടെ എനിക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഒരാൾക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി അവന്റെ കമ്പനി തന്നെ നമുക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ അതിനൊന്നും ആരും തയ്യാറാവുന്നില്ല. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞ എന്റെ സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞില്ല. അതിനകത്ത് വേറൊരു കാര്യമുണ്ട്, ഈ വരുന്ന ആള് അറിയാൻ മേലാത്ത ഒരാളാണെങ്കിൽ അറിയാൻ മേലാത്ത ആളാണെങ്കിലും എന്ത് പ്രശ്നം? സപ്പോസ് ഇപ്പൊ മഡിയില് അവർക്ക് ഡോക്യുമെന്റ്സ് കൊടുത്തിട്ടുള്ള ജോലിക്ക് കയറണം, അതിന് നമ്മള് ഇത് ചെയ്യേണ്ട കാര്യമല്ലോ. അപ്പൊ അതിന് അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും ഇങ്ങനെയുള്ള സപ്പോസ് പറയാം, ഇപ്പൊ ഞാൻ മഡിയില് വർക്ക് ചെയ്യണേ, ഞാൻ റെഫറൻസ് കൊടുത്തിട്ട് നിങ്ങളെ റെഫറൻസ് കൊടുത്തില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ജോലി വാങ്ങിച്ചു തന്നു. ഇപ്പൊ നാളെ നിങ്ങൾ അവിടെ എന്തെങ്കിലും ഇത് കാണിച്ചു, അപ്പൊ നമ്മളെ വധിക്കണ എങ്ങനെയാ? നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം അവരുടെ കയ്യിലുണ്ട്.
ഇവര് നമ്മളങ്ങനെ പറയണെന്ന് വെച്ചാൽ ഞാൻ നോക്കിക്കോളാം എന്നല്ല പറയുന്നത്, എന്റെ ഒരു ഹെൽപ്പ് ചെയ്യണമെന്നാണ് നമ്മൾ പറയണത്. മനസ്സിലായോ? റെഫറൻസ് കൊടുക്കുവാൻ പേടിക്കുന്നവർക്ക് അതിന്റെ വക ഉപദേശം കേട്ടോ. എന്തിനാ അല്ല നമ്മൾ എനിക്കും അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം കൊടുത്തേക്കും. നമ്മൾ പറയണേ ഇത് നല്ല ആളാണ്, നമുക്കൊന്ന് ചെയ്ത് നോക്കാമെന്ന് അവർ പറഞ്ഞ അവർ കേൾക്കും. എന്നുവെച്ചാൽ അവർക്ക് ഒന്നാമത് ഇന്ത്യൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഹാർഡ് വർക്കിംഗ് ആണെന്ന് അറിയാം. അവർ ഒരിക്കലും അവർ നോ പറയത്തില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെ ചെയ്യണ ജോലി എന്ന് പറഞ്ഞ് ഇന്ന ജോലിയാലോ, അപ്പൊ ആ ഒരു ഇതിനവര് നമ്മൾ എടുക്കും, പരിഗണിക്കും. അത് ശരിക്കും അത് ചെയ്യുന്നില്ല എന്നാ പറഞ്ഞത്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ പാർട്ട് ടൈം അന്വേഷിച്ച് നടക്കേണ്ട ഇത്രയും കഷ്ടപ്പാടൊന്നുമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഇവിടെ പാർട്ട് ടൈമിൽ ഒരു വിഷയമില്ല. എന്നിട്ട് തിരിച്ച് ഞാൻ അവിടെ ലണ്ടനിൽ അവന്റെ കൂടെ ജോലിക്ക് കയറി കഴിഞ്ഞപ്പോ മൂന്നാം തവണ വീണ്ടും റെസ്റ്റോറന്റിലെത്തി. മൂന്നാം തവണ വീണ്ടും റെസ്റ്റോറന്റിലെത്തി. ഇവിടെ തന്നെ ഇതാണ് എന്റെ അല്ലെ, ഇതാണ് എനിക്ക് ഞാൻ അങ്ങനെയല്ല എന്റെ ഫീൽഡ് ഇതാണെന്ന് അല്ലെ, ഫീൽഡ് ചിന്തിച്ചില്ല. ഈ കമ്പനി തന്നെ മാറുന്നില്ല. ഇനിയിപ്പോ ഇവിടെ UK എന്തോരം നാളുണ്ടോ അത്രയും നാളും ഇവിടെ തന്നെ. ഇനി ഒന്നുമില്ല, ഇവിടെ നിന്ന് എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ അത് പഠിക്കുക. എന്നിട്ട് അത് ഒന്നില്ലെങ്കിൽ നാട്ടിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ അത് കളഞ്ഞേക്കുക. ഇനി മാറാൻ പറ്റില്ല, ഇവിടെ തന്നെ ഉറപ്പിച്ചു. അങ്ങനെ അവിടെ കയറി കഴിഞ്ഞപ്പോ അത് ഈ പറഞ്ഞ അത്യാവശ്യം വലിയ റെസ്റ്റോറൻറ്റാണ്, ബിസി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഈവനിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ, ഒരു 5 to 10. അവിടെ തൊട്ട് അങ്ങോട്ട് സീരിയസ് ആയിട്ട് എടുക്കാൻ സീരിയസ് ആയി മീൻസ് നമുക്ക് ഇതിപ്പോ ഇവിടെ എനിക്ക് എന്തോ ഒരു സാധ്യത ഉണ്ടല്ലോ എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മളിത് പഠിക്കാൻ ശ്രമിച്ചു. എല്ലാം പഠിക്കാൻ ശ്രമിച്ചു മീൻസ് ഇതെങ്ങനെയാണ് ഇത് ഓപ്പറേഷൻ ഇതിന്റെ നടക്കുന്നത് എന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കാൻ തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ശരിക്കും വിചാരിക്കും പോലെ അല്ല, അതിനപ്പുറമാണ് ഈ ഒരു ഇൻഡസ്ട്രി എന്നുള്ളത് സാധനം മനസ്സിലാക്കി. ഒരുപാട് ഈ പറഞ്ഞ ഷെഫ് ജോമോനെ പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ വന്നിട്ട് എനിക്കറിയാവുന്ന കുറെ ഷെഫ്മാരുണ്ട്, ഷെഫ് റിനിയൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെയൊക്കെ ജീവിതാനുഭവങ്ങളും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു അടിപൊളി എന്താ പറയാ മേഖലയാണ്. ഇതിനകത്ത് ഇതുപോലെ സാധ്യതകളുണ്ടെന്നും ഒക്കെ അല്ലേ. അല്ല അതിനകത്ത് ഇത്രയും ചലഞ്ചസും അല്ലെ, അതിന്റെ പുറകിൽ നമ്മള് ഇത്രയും രുചിയോടുകൂടി ഒരു ഫുഡ് കഴിക്കുമ്പം അതിന്റെ പിറകിൽ ഇത്രയും വലിയൊരു എന്താ പറയാ ഒരു അതിനെന്നെ ഒരു പ്രത്യേക പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസ്മരികത തന്നെ സൃഷ്ടിക്കുന്നുണ്ടെന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് നിങ്ങളെ പോലുള്ള ഓരോരുത്തരും അല്ലെ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ രക്ഷപ്പെടാൻ പറ്റിയൊരു ഫീൽഡാണ്. നമ്മള് ഷെഫ് പഠിച്ച ആർക്കും ഇവിടെ ജോലിയില്ലാതെ നടക്കണം ഞാൻ കണ്ടിട്ടില്ല. നാട്ടില് പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞും കൂടെ വന്നേക്കണം. ഈ നഴ്സുമാര് പോലെ തന്നെ ഒരു കാറ്റഗറി. ഇതിനകത്ത് എന്താ പറയാ എക്സ്പീരിയൻസ് ഇല്ലേലും ഇവിടെ പഠിച്ചവർക്ക് അനന്തമായ സാധ്യതകൾ തന്നെയുണ്ട് ഇവിടെ. എന്നുവെച്ചാൽ ഞാൻ കണ്ടിട്ടില്ല ഷെഫ് പഠിച്ചിട്ട് പണിക്ക് പോകാതിരിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. നാട്ടിൽ നിന്ന് പഠിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ മടുത്തു, ഇനി ഷെഫ് പണിക്ക് പറ്റില്ല അങ്ങനെ പറഞ്ഞിരിക്കുന്നവരുണ്ട്. പക്ഷെ അല്ലാത്ത ആർക്കും ജോലിയില്ലാത്ത ആരും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എല്ലാവർക്കും ജോലി. ശരിക്കും ഇതിനകത്ത് നമുക്ക് ഇതിനോടൊരു ഭയങ്കര ഒരു പാഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളത് തന്നെയല്ലേ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നവർക്ക് വേണ്ടത്. ഏറ്റവും കൂടുതൽ ഈ ഒരു ഫീൽഡിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് എന്തായിരിക്കും? ഇപ്പോൾ ഒരു ഈ ഷെഫ് ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് ഫീൽഡിലേക്ക് വരുന്ന ഒരാളാണെങ്കിൽ ആ ആൾക്ക് ഏറ്റവും കൂടുതൽ എന്തായിരിക്കും, അവർ ഏറ്റവും കൂടുതൽ ചലഞ്ചസ് എന്തായിരിക്കും ആ ഒരു ഫീൽഡിലുണ്ട്? ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഷെഫ് ഫീൽഡ് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ശരിക്കും അങ്ങനെയല്ലല്ലോ. ഇത് നമ്മൾ ഹോൾ റെസ്റ്റോറൻറ്റ് റണ്ണിങ് ആക്കുമല്ലേ. അപ്പൊ ഒരിക്കലും ഷെഫിന്റെ അതും കൊണ്ട് നമുക്ക് കാര്യമില്ല. നമുക്ക് ഈ പറഞ്ഞ ഹോൾ പ്രോസസ്സ് മാനേജ് ചെയ്യണം, മനസ്സിലായോ? ഒരിക്കലും നമ്മൾ കിച്ചൺ മാത്രമല്ല നമുക്ക് ചെയ്യണം. നമുക്ക് ഈ റെസ്റ്റോറന്റ് ഫുള്ളി വർക്ക് ഡിപ്പാർട്ട്മെന്റ് നമ്മള് ഇപ്പൊ എന്ത് ചെറിയ റെസ്റ്റോറന്റ് പറഞ്ഞാലും അതിന്റെ അകത്ത് കിച്ചണിൽ കുക്ക് ചെയ്തോണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് മാത്രം റെസ്റ്റോറന്റ് റണ്ണിങ് ആവില്ല. നമ്മൾ ഈ സാധനം മാർക്കറ്റ് ചെയ്യണം. മാർക്കറ്റ് ചെയ്യണം. പിന്നെ ഒരു കസ്റ്റമർ വരുമ്പോൾ കസ്റ്റമറിന് ഡീൽ ചെയ്യണം. അങ്ങനെയൊക്കെ ഉണ്ട്. അല്ല നമ്മൾ അതിനകത്തുള്ള മേഖലകളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? അങ്ങനെയൊക്കെ അതൊന്നും ചോദിക്കില്ല. റെസ്റ്റോറന്റ് അല്ല കിച്ചൺ, പിന്നെ അത് കൂടാതെ അത് കിച്ചൺ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ ഫ്രണ്ട് ഓഫ് ഹൗസ് അത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കസ്റ്റമറിനെ മാനേജ് ചെയ്യണം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ കിച്ചണിൽ വർക്ക് ചെയ്യാനാക്കി ഈ പറഞ്ഞ ഫ്രണ്ടിൽ എന്താ നടക്കണേന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ ഫ്രണ്ടിലെ കാര്യങ്ങളുണ്ട്. എന്താ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, പിന്നെ നമുക്ക് അവർക്കിടെ ഫീഡ്ബാക്ക് എടുക്കണം. പിന്നെ ഈ പറഞ്ഞ ഇവിടെ എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് കിച്ചണിൽ, ഇപ്പൊ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ കിച്ചണിൽ ഇപ്പൊ നമുക്കൊരു സാധനം എന്താ പിന്നെ ഹൈജീൻ ഒരു ഹൈജീൻ മെയിൻ ഫാക്ടറാണ്.
പിന്നെ ഈ പറഞ്ഞ പോലെ അത് കുറെ ഉണ്ട്. ഈ പറഞ്ഞ മാർക്കറ്റിംഗ് ചെയ്യണം. പിന്നെ നമ്മൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ കംപ്ലൈൻറ്റ്സിനെ ഫോളോ അപ്പ് എടുത്ത് അതെങ്ങനെ ഇത് ചെയ്യാൻ നോക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ കുറെ എൻക്വയറീസ് വരും നമ്മൾ റെസ്റ്റോറൻ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ ആയിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻസ്പെക്ഷനും ഇടയ്ക്ക് കയറി വരാം. ഇപ്പം ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയും ഫുഡ് അങ്ങനത്തെ ഇൻസ്പെക്ഷൻ വരാം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ പിന്നെ ഡെലിവറീസ് ഉണ്ട്. അത് കുറെ മൊത്തത്തില് നല്ല ഇതാണ്. അപ്പൊ ഈ ഒരു ഇപ്പൊ ഞങ്ങൾ ഈ കണ്ട ഈ മന്ന ഗിഫ്റ്റ് എന്ന് പറയുന്ന ഈ റെസ്റ്റോറൻറ്റിന്റെ അതിന്റെ ഒരു എന്താ പറയാ ഒരു ഹിസ്റ്ററി അതാണ് നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത്. ഞങ്ങൾ വീഡിയോ കണ്ടപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടി. പക്ഷെ അതിന്റെ ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു, അതിലേക്ക് വരാനുള്ള കാരണം എനിക്ക് തോന്നുന്നത് ആ ചേച്ചി തന്നെയല്ലേ. ഒരു 3 weeks എടുത്തു ഒരു സ്കിപ്പ് ആവാൻ. അവരെൻ്റെ കണ്ടീഷൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രൈഡേ ഈവനിങ് കൊണ്ടുപോയി സ്കിപ്പ് ഇടും, എന്നിട്ട് മൺഡേ മോർണിംഗ് തന്നെ കൊണ്ടുപോകുമെന്ന് പറയും. അപ്പോൾ അത് ശരിക്കും അത് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ പാർട്ട് ടൈം അന്വേഷിച്ച് നടക്കേണ്ട ഇത്രയും കഷ്ടപ്പാടൊന്നുമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഇവിടെ പാർട്ട് ടൈമിൽ ഒരു വിഷയമില്ല.